ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തും ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ അമൃതപ്പൊടി വെച്ചിട്ടുള്ള ലഡു. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ വന്നിട്ട് ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുമ്പോൾ എന്ത് രസമായിരുന്നു അല്ലേ. എന്നാൽ ഇപ്പോഴത്തെ പിള്ളേർ ഫുള്ള് ഫോണ് റീൽസ് അങ്ങനെയൊക്കെയാണ് അല്ലേ. അതൊക്കെ പോട്ടെ, ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ. അരക്കപ്പ് അരിയാണ് കേട്ടോ ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ നട്ട്സും ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് കടിക്കാനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി. എനിക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ എടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കരയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ശർക്കര ഉരുക്കി ചേർത്താലും മതി. വീണ്ടും ഇത് നമ്മുടെ തേങ്ങയും ശർക്കരയും നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച പൊടികളൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ വീഡിയോയിൽ വിട്ടുപോയതാണ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള അമൃതപ്പൊടി ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പൊടികൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഓരോ ബോൾസ് ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ, അത്രയ്ക്ക് രുചിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.